ഞങ്ങൾ ഇൻടാക് തൃശ്ശൂർ ചാപ്റ്റർ എന്നുള്ള സംഘടനയിലത്തെ പ്രവർത്തകരാണ്. ഇൻടാക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു NGO ആണ്, പൈതൃകത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ 200-ലധികം ബ്രാഞ്ചുകളുണ്ട്. ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ഒരു സെമി ഗവൺമെൻറ്റൽ സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ഞങ്ങളെ നേരത്തെ 2020 ഓഗസ്റ്റ് മാസത്തിൽ ഇത് പൊളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പൊളിക്കാനുള്ള ടെൻഡറുമായിട്ടുണ്ടായിരുന്നു പഴയന്നൂർ കൊട്ടാരത്തിൻ്റെ. അത് ഏതാണ്ട് 400 വർഷത്തെ ചരിത്രമുള്ളൊരു ബിൽഡിങ്ങാണ് ഈ പഴയന്നൂർ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊച്ചി രാജകുടുംബത്തിൽപ്പെട്ട ഏറ്റവും പഴയ ഒരു സ്ട്രക്ചറാണെന്ന് പറയുന്നു. അപ്പോൾ ഈ രാജകുടുംബത്തിൽ തന്നെ പെട്ട ആശാലത തമ്പുരാൻ എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ പ്രൊഫസറാണ് ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ അത് പൊളിക്കാനുള്ള ഒരിത് നോട്ടീസ് വന്നിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് പൊളിക്കാനുള്ള ടെൻഡറൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ആ ടെൻഡർ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് പൊളിച്ചു പോവും എന്ന് മനസ്സിലായത് 2020. അത് ഏതാണ്ട് കോവിഡ് സമയത്താണ്. അപ്പോൾ ഞങ്ങളത് ഇടപെട്ടിട്ട് മന്ത്രിക്കും പുരാവസ്തു വകുപ്പിനും ഒക്കെ എഴുതിയിട്ടാണ്. അപ്പോൾ പുരാവസ്തു വകുപ്പ് ഒരു സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്തു ആ സമയത്ത്, കളക്ടറും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അത് പൊളിക്കാൻ പാടില്ല, പെട്ടെന്ന് ഇത് പൈതൃകമുള്ളതാണ്, അപ്പോൾ സ്ട്രക്ചർ നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെമ്മോ ഞങ്ങൾക്ക് കിട്ടി. ആ മെമ്മോൻ്റെ ഇത് പ്രകാരം അവർ അന്ന് പൊളിക്കാതിരുന്നതാണ്. അതുകൂടാതെ ഈ സ്ട്രക്ചർ വളരെ ബലക്ഷയം ഉണ്ടായിരുന്നു. അതിനെ ബലപ്പെടുത്തി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അകത്ത് ഇപ്പോൾ നടുമുറ്റത്തിന് ചുറ്റും കുറേ സ്റ്റീൽ പില്ലറുകൾ, അതേമാതിരി മുകളിൽ വെള്ളം കിടക്കാതിരിക്കാനുള്ള ടാർപോളിൻ ഷീറ്റുകൾ, അങ്ങനെ ചെറിയ റിപ്പയറുകളൊക്കെ ഇപ്പോൾ ഇൻടാക്കിൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞങ്ങൾ ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിപ്പോൾ ടൂറിസം വകുപ്പിനും പുരാവസ്തുവിനൊക്കെ ലെറ്റർ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ടൂറിസത്തിൽ ഈ ഫയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൂടാതെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വേറെ ഒരു ഇതും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു പുതിയ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അതിലിപ്പോൾ ഇൻടാക് മെമ്പർമാരുണ്ട്, കൂടാതെ കൊച്ചി രാജകുടുംബത്തിൽപ്പെട്ട കമ്മിറ്റിക്കാർ കുറച്ച് പേരുണ്ട്. അവർ കൂടി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയോ മറ്റു വഴികളിലൂടെയോ ഇത് സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. അത് ഏറ്റവും പെട്ടെന്ന് നടക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് വേണ്ട തയ്യാറെടുപ്പുകളും അതിന് വേണ്ട 1-2 മീറ്റിങ്ങുകളൊക്കെ ഞങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയും കാലം കുറച്ച് നമ്മൾ തൽക്കാലത്തേക്കുള്ള സംരക്ഷണമാണ് ചെയ്തത്. അതുകൂടാതെ ഇപ്പോൾ ഒരു ടോട്ടൽ റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ പുനരുദ്ധാരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഇൻടാക് തൃശ്ശൂർ ചാപ്റ്ററിൻ്റെയും പ്രതീക്ഷ. അപ്പോൾ അതിന് വേണ്ട സഹകരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും കൂടാതെ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും മറ്റുള്ള അഭ്യുദയകാംക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ല, എല്ലാ സഹകരണവും മീഡിയയുടെ ഭാഗത്തുനിന്നും. എന്താ ചെയ്ത് ഏറ്റവും പഴയന്നൂരിലെ ഏറ്റവും പഴയ സ്ട്രക്ചറാണ്, 400 വർഷത്തിലധികം പഴക്കമുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ അടുത്ത ഒന്നും ഇത്രയും പഴക്കവും പിന്നെ പൈതൃകവുമുള്ള ഒരു സ്ട്രക്ചർ വേറെ ഇല്ല. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇത് സ്ട്രക്ചർ നിലനിർത്തിയിട്ട് അടുത്ത് മറ്റേ വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ അതിനുവേണ്ട ശ്രമങ്ങളും അതിനുവേണ്ട എല്ലാതരം സപ്പോർട്ടും ഇൻടാക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പറയുന്നു. അതിലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും അതിനുള്ള സഹകരണം വേണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇതിപ്പോൾ ഈ സ്ട്രക്ചറിന്റെ സപ്പോർട്ടോടാണ് നിൽക്കുന്നത്. ഇത് 1 2 3 4 5 6 7 8 9 തൂണുകൾ നിർത്തിയിട്ടുണ്ട്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ്, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം.